ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് യുഎസ് ഇടപെട്ടെന്ന അവകാശവാദം ആവർത്തിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പരസ്പരം വെടിയുതിർക്കുന്നവരോട് തന്റെ ഭരണകൂടത്തിന് വ്യാപാരം സാധ്യമല്ലെന്നാണ് ഇരു രാജ്യങ്ങളോടും പറഞ്ഞതായി ട്രംപ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയെയും പാകിസ്ഥാനെയും പോരാട്ടത്തിൽ നിന്ന് ഞങ്ങൾ തടഞ്ഞു. അതൊരു ആണവ ദുരന്തമായി മാറിയേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രംപ് സർക്കാരിൽ നിന്നും പടിയിറങ്ങുന്ന ശതകോടീശ്വരൻ ടെസ്ല സിഇഒ ഇലോൺ മസ്കിനൊപ്പം ഓവൽ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കൾക്കും എന്റെ ജനങ്ങൾക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വ്യാപാരത്തെക്കുറിച്ച് സംസാരിച്ചു. പരസ്പരം വെടിവെക്കുകയും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളവരുമായി ഞങ്ങൾക്ക് വ്യാപാരം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മഹത്തായ നേതാക്കളാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി, അവർ സമ്മതിച്ചു, അവർ അവസാനിപ്പിക്കുകയും ചെയ്തു. മറ്റുള്ളവർ യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾ തടയും. കാരണം ആത്യന്തികമായി മറ്റാരേക്കാളും നന്നായി നമുക്ക് പോരാടാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം നമുക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കൾ നമുക്കുണ്ട്. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 6 അർദ്ധരാത്രി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറോടെയാണ് ഇന്ത്യ പാക് സംഘർഷം ആരംഭിച്ചത്. 4 ദിവസത്തെ അതിർത്തി കടന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം മെയ് 10 ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ധാരണയിലെത്തി. മാത്രമല്ല, ആ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഇന്ത്യ പറയുന്നത് ഇങ്ങനെയാണ്: കര, വ്യോമ, കടൽ മേഖലകളിലെ എല്ലാ വെടിവയ്പ്പുകളും സൈനിക നടപടികളും ഉടനടി നിർത്തുന്നതിന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഒരു ധാരണയിലെത്തി. എന്നാൽ ഇതിലൊരു മൂന്നാം കക്ഷി ഉൾപ്പെട്ടിട്ടില്ലെന്ന വിവരവും അവർ അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളെ തുടർന്നാണ് ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണയിലെത്തിയതെന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അതേസമയം ട്രംപിന്റെ ആവർത്തിച്ചുള്ള വാദങ്ങളോട് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റ് വളരെയധികം രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ട്രംപ് അത് 9ാം തവണയും പറഞ്ഞിരിക്കുന്നു. വ്യാപാരം കാരണമാണ് ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിവെച്ചത്. പ്രധാനമന്ത്രി മോദി, ഈ വിഷയത്തിൽ നിങ്ങളുടെ മൗനം ഇപ്പോൾ അസഹനീയമാണ്. കോൺഗ്രസ് നേതാവ് ജയറാം രമേശും മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. 21 ദിവസത്തിനുള്ളിൽ ഇത് 10ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്തും അമേരിക്കൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ എങ്ങനെ നടന്നുവെന്ന് അവകാശപ്പെടുന്നത്. പ്രധാനമന്ത്രി എപ്പോഴാണ് സംസാരിക്കുക എന്നതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. ഏതായാലും കാത്തിരിക്കുക തന്നെ ചെയ്യാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.